ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എനിക്ക് പ്രൈസ് കിട്ടിയ റൈസ് കുക്കറിൽ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലൊരു സ്റ്റീമറും പിന്നെ ഒരു പോട്ടും അതുപോലെ അതിൻ്റെ കപ്പും സ്പൂണും ഉണ്ട്. ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇതിൽ എല്ലാ റൈസും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സ്റ്റീം ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈസി മന്തിയാണ്. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, പിന്നെ ഒരു ഡ്രൈ ലെമണും, പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്നു വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലപോലെ വഴറ്റി തീ ഓഫ് ചെയ്യാം. ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കപ്സ മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ചിക്കൻ ക്യൂബും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ മതിയാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി റൈസ് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി സ്റ്റീമർ വെച്ച് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഹാഫ് കുക്കാക്കിയാൽ മതിയാവും. ചിക്കൻ ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇത് ഫസ്റ്റ് വാമിലാണ് ഉണ്ടാവുക. ഇനി നമ്മളിത് കുക്കിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സ്വിച്ച് ബട്ടൺ താഴോട്ട് പ്രസ് ചെയ്താൽ മതി. ഞാൻ 2 കപ്പ് ബാസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിക്ക് പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ വഴറ്റി വെച്ച ഓണിയൻ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അരിക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന മെഷർമെൻറ്റിലാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കപ്സ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ സ്റ്റീമർ വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കുക്കായി കിട്ടും. ഏകദേശം ഒരു 15 മിനിറ്റാണ് ടൈം എടുത്തത്. ഇനി ഇത് കുക്കിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി റൈസ് കുക്കായൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൈസ് ഇപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുക്കായതിന് ശേഷം ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതിയാവും. ഇനി ഞാൻ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ടൈം അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും റൈസിന്. റൈസ് കുക്കർ ഉള്ളവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.